നമ്മൾ റെഡ് കളർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഐസിൻ്റെ പുറമെ ഒരു ചെറിയൊരു കോട്ടനോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവളുടെ ഫേസ് കണ്ടോ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ഒത്തിരി പിമ്പിൾസ് ഉണ്ട് അല്ലേ. നമ്മുടെ ഡ്രൈ സ്കിന്നുകാരുടെ നമ്മുടെ ഓയിൽ സ്കിന്നുകാരുടെ ഒക്കെ മുഖത്ത് ഒരുപാട് പിമ്പിൾസും അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുകാരുടെയും നമ്മുടെ ഓയിൽ സ്കിന്നുകാർക്കും എന്തൊക്കെ ചെയ്താൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ആദ്യം എന്താണ് നമ്മുടെ ഈ ഒരു പിമ്പിൾസ് മാറാനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ക്രീം എന്താണ് നമുക്ക് നോക്കാം കേട്ടോ. ഗൈസ്, എൻ്റെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ഞാൻ വീക്കിലി 1-2 തവണയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചാർക്കോളിൻ്റെ മാസ്ക് ഉണ്ട്. അപ്പോൾ അത് നല്ലതാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല എഫക്റ്റാണ്. ഈ ഒരു സാധനം കണ്ടത് ഇതാണ് നമ്മുടെ ബാംബൂൻ്റെ ആണ് കേട്ടോ. ബാംബൂവിൻ്റെ ചാർക്കോൾ ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇത് പറഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറിൽ ഇരിക്കും. ഇതിനകത്ത് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആഴ്ചയിൽ 3-4 വട്ടമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യണം ഞാൻ കാണാറുണ്ട്. ഞാൻ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇത് പ്രത്യേകിച്ച് അങ്ങനെ യൂസ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആവുന്നവർ എൻ്റെ മുഖത്തുനിന്ന് ഓയിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു മാസ്ക് കൊണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് മാസ്ക് ഉണ്ടല്ലോ ചാർക്കോൾ, ഇത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് വലിയൊരു റിസൾട്ടൊന്നും കിട്ടാൻ പോല. ഈ മരമണ്ടിക്ക് ഇതൊന്നും പറയാനായിട്ട് കേസ് വലുതായിട്ട് അറിയത്തില്ല, അതുകൊണ്ടല്ല ഞാൻ പിടിച്ച് പറയുന്നത്. അപ്പോൾ ഇവളിത് ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ട്യൂബും മേടിച്ചിട്ടുണ്ട്. പിന്നെ ആൾ 25 രൂപ കൊടുത്ത് ഇതുപോലത്തെ വിലക്ക് വാങ്ങിക്കാറുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആൾ വാങ്ങിച്ചിരുന്ന ഒരു സ്മെല്ലാട്ടോ. ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒട്ടും അതെ. ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാടത്തൊക്കെയുള്ള ചെളിയുണ്ടല്ലോ, ചെളിയുടെ പോലത്തെ ഒരു വൃത്തിയുടെ സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സാധനത്തിനുള്ളത്. അതുകൊണ്ടാണ് മോസ്റ്റ്ലി ഞാനിത് കൂടുതലും യൂസ് ചെയ്യാത്തത്. എനിക്ക് ആ ഒരു സ്മെല്ലും പിടിക്കത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചാർക്കോൾ മാസ്ക് എങ്ങനെയാണ് തേക്കണേന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഗൈസ്, ഞാൻ നമ്മുടെ ചാർക്കോൾ മാസ്ക് ഇടാൻ പോവാണേ ഗൈസ്. അപ്പോൾ ഇവിടെ ചാർക്കോളിൻ്റെ മാസ്ക് ഇട്ടുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു കേട്ടോ. നമ്മൾ ഓയിലി സ്കിന്നുകാരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് മാസ്കും എന്തും ഇട്ടാലും ഓയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഓയിലാണ് നമ്മുടെ മുഖത്ത് വെട്ടിത്തിളങ്ങി നിൽക്കാറ്. അപ്പോൾ നമ്മുടെ ഈ ഓയിലി സ്കിന്നുകാരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിമ്പിൾസ് ഒക്കെ വന്നാലും മാറാനായിട്ട് ഭയങ്കര പാടാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ നമ്മുടെ പിമ്പിൾസ് ഒന്നും മാറത്തില്ല. നമ്മുടെ മുഖത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഒരുപാട് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ചിലപ്പോഴെങ്കിലും അതൊന്നും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പെട്ടെന്ന് അത് മാറ്റിയെടുക്കാനോ ഒന്നും പറ്റാറില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് മാസ്ക് നമുക്ക് യൂസ് ചെയ്യുന്നത് വലിയ റിസൾട്ടൊന്നും തരുന്നില്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. ഞാൻ ഇതിന് പകരം എന്താ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ സാധാരണ നമ്മുടെ അലോവേര ജെല്ലുണ്ടല്ലോ, നമ്മുടെ ഇതേപോലെ ഒരു അലോവേരയുടെ ഒരു പീസ് നമ്മൾ ഒളിച്ചെടുത്ത് ഇതേപോലെ വെച്ച ശേഷം ഇതിൽ നിന്ന് ഒരു മഞ്ഞ കളറിലെ കറ ഇളകി വരാറുണ്ട്. ആ ഒരു കറ ഇങ്ങനെ മൊത്തത്തിൽ പോയി കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്തിരിക്കണം കേട്ടോ. വാഷ് ചെയ്തെടുത്ത ശേഷം ഈ ഒരു അലോവേര തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണെങ്കിലും മതി കേട്ടോ. അത് നമ്മൾ ഒരു 10-20 മിനിറ്റോളം നമ്മുടെ മുഖത്ത് മസാജ് ചെയ്ത് ഉണങ്ങാനായിട്ട് ഡ്രൈ ആവുന്നവരെ തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ അലോവേരയാണ് എടുത്തേക്കണം. ഇതിൻ്റെ കുറച്ച് ഭാഗത്തെ ആ ഒരു തൊണ്ട് ഞാൻ പൊളിച്ച് കളയാണ് കേട്ടോ ഗൈസ്. പൊളിച്ച് കളഞ്ഞ ശേഷം ഇത് നമ്മുടെ മുഖത്ത് നമുക്ക് പിമ്പിൾസ് ഉള്ള ഭാഗമൊന്നും ഇല്ല, നമ്മുടെ മുഖത്ത് ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ മുഖത്തും നെക്കിലൊക്കെ നമ്മൾ ഈ ഒരു അലോവേരയുടെ ജെല്ല് നമ്മൾ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇതേപോലെ നമ്മുടെ ഫേസിൽ അലോവേര ജെല്ല് തേച്ച് പിടിപ്പിക്കുക. ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഗൈസ്, ഇത് നമ്മൾ മോസ്റ്റ്ലി നമുക്ക് ഈ ഒരു എന്താ പറയുക ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് അടിപൊളി റിസൾട്ട് കിട്ടുന്നതെങ്കിലും നമുക്ക് മറ്റ് സ്കിന്നുകാരുണ്ടല്ലോ, നമ്മുടെ ഡ്രൈ സ്കിന്ന് പോലെയുള്ള മറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും ഈ ഒരു സെൻസിറ്റീവുകാർക്ക് ഇത് നല്ല അടിപൊളി റിസൾട്ട് തരും കേട്ടോ. അതേപോലെ നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്കും ഏത് സ്കിന്നുകാർക്കും ഈ ഒരു സംഭവം പരീക്ഷിച്ച് നോക്കാമെന്നാണ് കേട്ടോ. ഈ ഒരു അലോവേര ജെല്ലുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് മാർക്കുകളൊക്കെ പോകാനും പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് ഇങ്ങനെ പൊന്തി നിൽക്കണം, നമ്മുടെ വലിയ പിമ്പിൾസൊക്കെ ഒരുപാട് നമ്മുടെ മുഖത്തുണ്ടാവും അല്ലേ, വലുതും ചെറുതുമായിട്ട്. അതേപോലെയുള്ള ചെറിയ പിമ്പിൾസ് മുതൽ വലിയ പിമ്പിൾസ് വരെ പോകാനായിട്ട് ഈ ഒരു അലോവേര ജെല്ല് നമ്മുടെ മുഖത്ത് നമ്മൾ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ. തേച്ച് പിടിപ്പിച്ച ശേഷം ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് നമ്മളൊരു 5-10 മിനിറ്റോളം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. വെയിറ്റ് ചെയ്ത ശേഷം ഇത് ഡ്രൈ ആയ ശേഷം നമ്മൾ ഒരിക്കലും വാഷ് ചെയ്ത് ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് നമുക്ക് വെക്കാം. ഇതേപോലെ നല്ലപോലെ മസാജ് ചെയ്ത് ശേഷം നമ്മൾ മൊത്തത്തിൽ മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ മസാജ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം. നമ്മുടെ ഫേസ് മാസ്കിൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഹോസ്റ്റലൊരു ഭൂതം പോലെ രാത്രി എണീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പേടിക്കാനായിട്ട് ഇതിന് പരമൊന്നും വേണ്ട അല്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾ ഫേസ് മാസ്ക് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ ഗൈസ്. ഫിനിഷ്. ഓക്കെ ഗൈസ്, ഇവിടെ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 10-20 മിനിറ്റോളം എടുത്തിട്ട് ഇത് നമുക്കൊന്ന് രണ്ടും ഡ്രൈ ആക്കിക്കൊണ്ട് വരാം കേട്ടോ.
ഗൈസ് നമ്മൾ ഇപ്പോൾ ദാ ഒരു 10-30 മിനിറ്റ് കഴിഞ്ഞ് ഇവളുടെ മുഖം ഒന്ന് നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മുഖം അലോവേര ജെല്ല് തേച്ച് വെച്ചേക്കാണ്. അത്യാവശ്യം നന്നായിട്ട് എൻ്റെ മുഖം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഫേസ് മാസ്കും പൊളിക്കണം. നമുക്ക് നമ്മുടെ മുഖത്ത് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ അതും ചെയ്യണം കേട്ടോ. ഞാനിത് പൊളിക്കാൻ പോവാണ്. ഇത് സിമ്പിളായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഓയിൽ സ്കിൻ ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഈ ഒരു അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് നമ്മുടെ പിമ്പിൾസും വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റിയെടുക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് ഡ്രൈ ആക്കിയിട്ട് ഇതേപോലെ ഒരു ഐസിൻ്റെ പീസ് വെച്ചിട്ട് നമ്മുടെ മുഖം നല്ല പോലെ മസാജ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച സംഭവമാണ് ഇത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഇനി നമ്മുടെ മുഖം നല്ലപോലെ കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഐസ് വെച്ചാൽ ഒട്ടുമിക്കവരുടെയും മുഖം പെട്ടെന്ന് റെഡ് കളർ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡ് കളർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഐസിൻ്റെ പുറമെ ഒരു ചെറിയൊരു കോട്ടനോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗൈസ് അവളുടെ ഫേസ് കണ്ടോ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഐസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ മുഖക്കുരുവൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടെന്നുള്ളവർ മുഖക്കുരുവിൻ്റെ പൊക്കത്ത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങൾ എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല പിമ്പിൾസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത്യാവശ്യം ആ പിമ്പിൾസ് ഒക്കെ താന്ന് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അത് നല്ല പോലെ താന്ന് പോയി. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ മുഖത്ത് ഞാനൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മുഖത്ത് കുറേ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് താന്ന് പോയിട്ടുണ്ട്. എനിക്ക് അധികം പിമ്പിൾസ് പണ്ട് ഒരുപാട് പിമ്പിൾസ് വന്നുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ മുഖം കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ മുഖത്തെ പിമ്പിൾസിനൊക്കെ മാറ്റം വന്നിട്ട് ഗൈസ്. നമുക്കിത് നല്ലപോലെ എല്ലാവരും കണ്ണിൻ്റെ ചുറ്റും കറുപ്പുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ണിന് ചുറ്റുമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. പകല് ചെയ്യാത്തതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ചൂടായതുകൊണ്ട് വേർത്തിട്ട് എടുക്കാൻ പാടില്ല. മീശ പോലെ ഇതിനകത്ത് മൊത്തം വെള്ളമായി ഗൈസ്. ഗൈസ് കംപ്ലീറ്റ് പോയി. ഗൈസ് എൻ്റെ ഈ ഒരു മുഖം കണ്ടോ ഗൈസ്, ഞാനിപ്പം അലോവേര ജെല്ലാണ് കേട്ടോ തേച്ചിരിക്കണം. അലോവേര ജെല്ല് തേച്ചൊരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഐസ് കൊണ്ട് മസാജ് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മുടെ പിമ്പിൾസ് പോകാനും നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനും നമ്മുടെ മുഖം നല്ലപോലെ സ്മൂത്ത് ആവാനായിട്ടൊക്കെ നമ്മൾ ഈ ഒരു സംഭവം ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിനും സ്കിന്നിന് നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ ഫേസിൽ ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിലൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു കളർ തന്നെ നമ്മുടെ നെക്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നിലനിർത്താൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഐസ് ഏതാണ്ട് തീർന്നു. എനിക്ക് ഐസ് പിടിച്ചിട്ട് എൻ്റെ കൈ ഭയങ്കര ഐസ് ആവും ഗൈസ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഗൈസ്, ഈ ഒരു ഐസ് മസാജർ, ഈ ഒരു സംഭവം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഐസ് വെച്ചിട്ട് നമ്മുടെ ഫേസ് പാക്കുകളും മസാജുകളൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫേസ് പാക്കുകളൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൽ നമുക്ക് ഡ്രൈ ആക്കി ഇതിൽ ഐസ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ അത്രയും തണുപ്പ് പിടിക്കില്ല. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുഖത്തിന് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു സാധനം ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഈ ഒരു ഐസിൻ്റെ ഈ ഒരു സംഭവം മേടിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. അനിയത്തിയുടെ മുഖം കണ്ട ഇവളുടെ മുഖം നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു മാസ്ക് പൊളിച്ചെടുക്കുമ്പോഴത്തേക്കും ഭയങ്കര നല്ല കളറായിട്ട് വൈറ്റനായിട്ട് മുഖം ഇരിക്കാറുണ്ട്. പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനേക്കാളും ബെറ്റർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പാർലറിൽ പോയിട്ട് ചെയ്യണം കേട്ടോ. പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അതായത് നല്ലപോലെ നമ്മുടെ വൈറ്റും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പൊടിക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടാനായിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ നമുക്കൊരു വൈറ്റ് മാസ്ക് കിട്ടും കേട്ടോ ഗൈസ്. നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു വൈറ്റ് മാസ്കുകളൊക്കെ ഉണ്ട്, വൈറ്റ് ഷീറ്റ് മാസ്കുകളുണ്ട്. അത് നമ്മൾ ഈ ഒരു ചാർക്കോൾ മാസ്കിനേക്കാളും അടിപൊളി റിസൾട്ടാണ് കേട്ടോ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഫേസ് നോക്കിയാൽ നല്ല ക്ലിയർ ആയി കണ്ടോ. നിങ്ങൾ ആദ്യത്തെയും രണ്ടാമത്തെയും കണ്ടോ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ പകല് പരമാവധി ഇത്
യൂസ് ചെയ്യാത്ത നല്ലത്. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് വേർക്കും. ഈ ചുണ്ടിൻ്റെ പൊക്കത്തൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വേർക്കുന്നതാണ്. അവിടെയൊക്കെ ഭയങ്കര പാടാവും അതൊന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട്. രാത്രി ആയിരിക്കും ബെറ്റർ. ഇതിപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തേക്കുന്നതുകൊണ്ട് ആണിങ്ങനെ ഒരു റിസൾട്ട് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും കേസ് നിങ്ങൾക്ക് ഇത് എന്തായാലും ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും കേട്ടോ. നമ്മൾ ഏത് തരം സ്കിൻ പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് തരം സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ പിമ്പിൾസ് ഒക്കെ പോയിട്ട് ഈ 2 വഴി അടിപൊളിയാണ്. നമ്മുടെ ഹോം റെമഡി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യുന്ന അലോവേര ജെല്ലിൻ്റെ ഈ ഐസിൻ്റെ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഫേസ് മാസ്കുകൾ ഉപയോഗിച്ചിട്ട് അതിന് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും പാർലറിൽ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.